മന്ത്രജപങ്ങളുണ്ട്, അങ്ങനെ വിവിധ യൗകിക താന്ത്രിക ക്രിയകളുണ്ട്. അതാണ് അതിൻ്റെ മാർഗം, അവിടേക്ക് എത്താനുള്ള വഴി. അതിലൂടെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും അറിഞ്ഞതിനെ ഉണർത്തുവാനും. അറിഞ്ഞാലേ നമുക്കതിനെ ഉണർത്താൻ കഴിയൂ. അപ്പോൾ ആദ്യം വേണ്ടത് അറിവാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉണർത്താൻ കഴിയും. ഇതേ കുണ്ഡലിനി ക്രിയകളിലൂടെ ഉണർത്താൻ കഴിയും, താന്ത്രിക ക്രിയകളിലൂടെ ഉണർത്താൻ കഴിയും. പിന്നീട് അതിനെ ഉയർത്തുക. മൂലാധാരത്തിലെ ശക്തി ഷഡാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലേക്ക് പോകും. 7ാം ചക്രം സഹസ്രാര, അവിടെയാണ് ശിവബോധമുള്ളത്. കാളീതന്ത്രപ്രകാരം മൂലാധാരത്തിലെ ശക്തി ദേവി കാളി ഷഡാധാര ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് ചക്രഭേദനം നടത്തി സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുന്നു, ലയനം ചെയ്യുന്നു. ശക്തി ശിവനിൽ ലയിക്കുന്നു. ശിവകാളി യോഗം, ശിവശക്തി യോഗം എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയും. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യങ്ങളെ കണ്ടറിയുവാനും ഉണർത്തുവാനും ഉയർത്തുവാനും